നടിയെ ആക്രമിച്ച കേസിലെ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് രാജകുമാർ സംസാരിക്കുന്നു. അതിലേക്ക്. ഈ കേസിൽ വിധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്. മിനിമം 20 വർഷമെങ്കിലും 376 ശിക്ഷ നൽകണമെന്നാണ് നിയമപുസ്തകത്തിൽ പറയുന്നത്, ഇന്ത്യൻ പീനൽ കോഡിൽ പറയുന്നത്. അതുകൊണ്ട് മിനിമം 20 വർഷം എങ്കിലും ശിക്ഷിക്കാതെ ഈ പ്രതികളെ ശിക്ഷിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ പ്രോസിക്യൂഷന്റെ ആവശ്യം അതിഹീനമായ ഈ കുറ്റകൃത്യം ഒരു സ്ത്രീക്കെതിരെ ഇത്രയും വൈകൃതമായ രീതിയിൽ, ഇത്രയും പൈശാചികമായ രീതിയിൽ ഈ കുറ്റകൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത് കൊണ്ട് നിയമത്തിൽ അനുശാസിക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഈ പ്രതികൾക്ക് നൽകണമെന്ന് ശക്തിയുക്തം പ്രോസിക്യൂഷൻ വാദിക്കും. അത് വിധിന്യായം പരിശോധിച്ച തീർച്ചയായിട്ടും അപ്പീൽ പോകും എന്ന വിവരം ബഹുമാനപ്പെട്ട സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിധിന്യായം കിട്ടിയാൽ മാത്രമേ അതിനുള്ള മേൽ നടപടികൾ സ്വീകരിക്കാനുള്ളൂ. എത്രയും വേഗം ഇതിന്റെ അപ്പീൽ ഫയൽ ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതുകൊണ്ടാണ് 8ാം പ്രതി വെറുതെ വിട്ടതെന്നാണ് ഇതൊരു വിഭാഗം പറയുന്നത്. അല്ലെങ്കിൽ അത്തരം ചർച്ചകളാണ് പുറത്തു വരുന്നത്. അപ്പോൾ അത്തരത്തിലൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അതിനൊന്നും ഇപ്പോ എനിക്ക് മറുപടി പറയാൻ കഴിയില്ല. കാരണം വിധിന്യായം പോലും കാണാതെ പ്രോസിക്യൂഷന് വീഴ്ച പറ്റി എന്ന് പറയുന്ന ആളുകളോട് സഹതപിക്കാൻ മാത്രമേ പ്രോസിക്യൂഷന് കഴിയൂ. അഡ്വക്കേറ്റ് രാജകുമാർ സംസാരിക്കായിരുന്നു. കേസിലെ പ്രോസിക്യൂട്ടറാണ് അദ്ദേഹം.